പണ്ട് അസുരലോകം വാണിരുന്ന ദാരികൻ എന്ന അസുരൻ തൻ്റെ തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ലോകത്തുള്ള ഒരു പുരുഷനാലും താൻ കൊല്ലപ്പെടരുത് എന്ന അജയ്യമായ വരം അവൻ നേടിയെടുത്തു. സ്ത്രീകളെ അബലകളായി കണ്ടിരുന്ന ദാരികൻ ഒരു സ്ത്രീ തന്നെ വധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വരം കിട്ടിയതോടെ അഹങ്കാരിയായ ദാരികൻ 33 ദേവന്മാരെയും ഋഷിമാരെയും ദ്രോഹിക്കാൻ തുടങ്ങി. സ്വർഗലോകം പിടിച്ചടക്കിയ ദാരികന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ ഒടുവിൽ കൈലാസനാഥനായ പരമശിവനെ അഭയം പ്രാപിച്ചു. ദാരികന്റെ വരത്തിലെ രഹസ്യം അറിയാമായിരുന്ന ശിവൻ അവനെ വധിക്കാൻ ഒരു പെൺ ശക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞു. ക്രോധത്താൽ ജ്വലിച്ച മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഉഗ്രമായ അഗ്നി പുറപ്പെട്ടു. ആ അഗ്നിജ്വാലയിൽ നിന്നാണ് കറുത്ത വർണ്ണത്തോടും 8 കൈകളോടും കൂടി സർവ്വ ആയുധങ്ങളും ധരിച്ച ഭദ്രകാളി ദേവി അവതരിച്ചത്. ഭക്തർക്ക് ഭദ്രയായും ദുഷ്ടർക്ക് കാളിയായും ദേവി നിലകൊണ്ടു. ശിവന്റെ അനുഗ്രഹത്തോടെ തൻ്റെ വാഹനമായ വേതാളത്തിന്റെ പുറത്തേറി ദേവി ദാരികന്റെ നഗരത്തിലേക്ക് യാത്രയായി. യുദ്ധഭൂമിയിൽ ദേവിയും ദാരികനും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടന്നു. തൻ്റെ ചോര നിലത്തു വീണാൽ അതിൽ നിന്നും 1000 ദാരികന്മാർ ജനിക്കുമെന്ന വരം കൂടി അസുരനുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ദേവി അസുരന്റെ ഓരോ തുള്ളി ചോരയും നിലത്തു വീഴാതെ തൻ്റെ നാവു നീട്ടി പാനം ചെയ്തു. ഒടുവിൽ ദാരികന്റെ അഹങ്കാരം തകർത്ത് അവൻ്റെ ശിരസ്സറുത്തെടുത്ത് ദേവി വിജയം വരിച്ചു. വിജയാവേശത്തിൽ രൗദ്രഭാവം പൂണ്ട ദേവിയെ ശാന്തയാക്കാൻ ശിവൻ തന്നെ നേരിട്ട് ഭദ്രകാളിയുടെ മുന്നിലെത്തി എന്നാണ് ഐതിഹ്യം. അച്ഛനായ മഹാദേവനെ കണ്ടതോടെ ദേവി ശാന്തയാവുകയും തിന്മയെ നശിപ്പിച്ച് ലോകത്തിന് ഐശ്വര്യം പകരുന്ന കരുണാമയിയായ അമ്മയായി മാറുകയും ചെയ്തു. ഇന്നും കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും ഈ പുണ്യകഥ പാടിയും ആടിയും ഭക്തർ ദേവിയെ സ്മരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.